UK വാർത്തകളിലേക്ക് സ്വാഗതം. സൂപ്പർ മാർക്കറ്റുകളിൽ മോഷണം നടത്തുന്നവർക്കെതിരെ കർശന നിയമം. ക്രൈം ബിൽ ഉടൻ. സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നവർക്കെതിരെ കർശനമായ ശിക്ഷ നൽകുന്നതിനുള്ള നിയമം ഉടൻ. 200 പൗണ്ടിൽ താഴെ വിലയുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്നവർക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കും. മോഷണ ശ്രമത്തിന്റെ ഭാഗമായി കടകളിലെ ജീവനക്കാരെ ആക്രമിക്കുന്ന സംഭവങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇത്തരം സംഭവങ്ങൾക്കും നിലവിലുള്ള ശിക്ഷ ഉയർന്നത് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയേക്കും. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷമാണ് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കടകളിൽ ഏറ്റവും കൂടുതൽ മോഷണം നടന്നത്. 2023 ഇംഗ്ലണ്ടിലും വെയിൽസിലും 4,30,000-ലധികം കുറ്റകൃത്യങ്ങളാണ് ഷോപ്പുകളിൽ പോലീസ് രേഖപ്പെടുത്തിയത്. UK-യിൽ നിലവിൽ 200 പൗണ്ടിന് താഴെയുള്ള വിലയുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്നത് ഗൗരവകരമായ ശിക്ഷയ്ക്ക് വിധേയമല്ല. 2014 ഇത് സംബന്ധിച്ച നിയമനിർമ്മാണം നടത്തിയത്. ഈ നിയമത്തിന്റെ ആനുകൂല്യത്തിന്റെ ബലത്തിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും മറ്റും സ്ഥിരമായി സാധനങ്ങൾ മോഷണം പോകുന്നതിനെക്കുറിച്ച് വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. ഇതാണ് പുതിയ നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറാകുന്നതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ബ്രൈറ്റണിലെ ഏജൻസിയുടെ സ്പോൺസർഷിപ്പ് റദ്ദാക്കിയതിനാൽ നാടുകടത്തൽ ഭീതി നേരിടുന്നത് 100-ലധികം കേരളന്മാർ. ലൈസൻസ് റദ്ദാക്കിയത് വേക്കൻസികൾ സൃഷ്ടിച്ചതിനും ശമ്പളം നൽകാത്തതും മൂലം. കേരളന്മാർ വിസയ്ക്കായി നൽകിയത് 20 ലക്ഷം വരെ. സ്പോൺസർ ചെയ്ത കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കിയതോടെ നൂറുകണക്കിന് കേരളന്മാരും കുടുംബങ്ങളും ബ്രിട്ടനിൽ നാടുകടത്തൽ ഭീഷണി നേരിടുകയായിരുന്നു. ബ്രൈറ്റണിലെ റിനയൻസസ് പേഴ്സണൽ എന്ന കമ്പനിയിലെ ജീവനക്കാർക്ക് പുതിയ സ്പോൺസർമാരെ കണ്ടെത്താൻ ഇനി ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് കണ്ടെത്തിയില്ലെങ്കിൽ അവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ടതായി വരും. നിലവിലില്ലാത്ത ഒഴിവുകൾ ഉണ്ടാക്കി ആളുകളെ കൊണ്ടുവരുന്നതും ജോലിക്കാർക്ക് ശമ്പളം നൽകാത്തതും ആശങ്ക ആയതോടെയാണ് ഹോം ഓഫീസ് കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കിയത്. നൂറുകണക്കിന് കേരളന്മാരെയാണ് കമ്പനി സ്പോൺസർ ചെയ്ത് ബ്രിട്ടനിൽ എത്തിച്ചിരിക്കുന്നത്. അവരെല്ലാം ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. അവരിൽ ഒരാളായ പാകിസ്ഥാനി സ്വദേശി മുഹമ്മദ് എന്ന 45-കാരൻ 2023 ഏപ്രിലാണ് ബ്രിട്ടനിലെത്തിയത്. കുടുംബവുമായി എത്തിയ ആൾ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് താമസം ആരംഭിക്കുകയും കുട്ടികളെ അടുത്തുള്ള സ്കൂളുകളിൽ ചേർക്കുകയും ചെയ്തു. നല്ലൊരു വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാൻ ആകും എന്ന പ്രതീക്ഷയായിരുന്നു എന്ന് മുഹമ്മദ് കൈ ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ സ്വപ്നങ്ങളെല്ലാം തകർന്നിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. രാജാവിനോടും രാജകുടുംബത്തോടും വ്യക്തമായും കൃത്യമായും വിധേയത്വം പ്രകടിപ്പിച്ചില്ല. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എംപിക്ക് വീണ്ടും സത്യപ്രതിജ്ഞ. രാജാവിനോട് വിധേയത്വം പ്രഖ്യാപിക്കുന്ന സത്യപ്രതിജ്ഞ എടുക്കാത്തതിന്റെ പേരിൽ ഒരു മുൻ ലേബർ നേതാവിന് പാർലമെന്റ് അംഗമായി ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ക്ലൈവ് യൂയിസ് പറഞ്ഞത് പ്രതിഷേധത്തോടെ രാജാവിനോടുള്ള വിധേയത്വം പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു. ഇത് ബ്രിട്ടീഷ് നിയമങ്ങൾക്ക് എതിരാണെന്ന് ജനപ്രതിനിധി സഭാധികൃതർ ചൂണ്ടിക്കാട്ടി. വീണ്ടും പൂർണ്ണമായ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ പിഴയൊടുക്കേണ്ടി വരുമെന്നും MP സ്ഥാനം നഷ്ടപ്പെടുമെന്നും അധികൃതർ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. രാജാവിനോടും രാജാവിന്റെ അനന്തര അവകാശികളോടും പിൻഗാമികളോടും വിധേയത്വം പ്രഖ്യാപിക്കുന്നു എന്ന പ്രതിജ്ഞാവാചകം പൂർണ്ണമായും ചൊല്ലാൻ അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു. താൻ പ്രതിഷേധത്തോടു കൂടി തന്നെയാണ് ഈ പ്രതിജ്ഞ എടുക്കുന്നതെന്ന് ലൂയിസ് പറഞ്ഞു. ജനങ്ങൾക്ക് ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ജീവിക്കാനുള്ള അവസരം ലഭിക്കുന്ന ഒരു ദിവസം വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അതുവരെ താൻ നിയമമനുസരിച്ച് രാജാവിനോട് വിധേയത്വമുള്ളവനായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. 60 നായ്ക്കളെ ലൈംഗികമായി പീഡിപ്പിച്ചു കൊന്നു. ബ്രിട്ടീഷ് സുവോളജിസ്റ്റിനെ കാത്തിരിക്കുന്നത് 240 വർഷം തടവ്. ബ്രിട്ടീഷ് മുതല വിദഗ്ധനായ സുവോളജിസ്റ്റ് ആദം ബ്രിട്ടൺ ഉൾപ്പെട്ട മൃഗപീഡന കേസിന്റെ അന്തിമവാദം ഓഗസ്റ്റിൽ കോടതി കേസ് പരിഗണിക്കും. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ജഡ്ജിക്ക് റിപ്പോർട്ട് നൽകിയതിനു ശേഷമാണ് കേസ് മാറ്റിവെച്ചത്. ബലാത്സംഗം, പീഡിപ്പിക്കൽ, നായ്ക്കളെ കൊലപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയാണ് കേസ് മാറ്റിവെച്ചത്. ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ 249 വർഷത്തെ തടവ് അനുഭവിക്കേണ്ടി വരും. കഴിഞ്ഞ വർഷം മൃഗങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ 60-ലധികം ആരോപണങ്ങളിൽ ബ്രിട്ടൻ കുറ്റസമ്മതം നടത്തിയിരുന്നു. മൃഗങ്ങളോടുള്ള വിചിത്രമായ ക്രൂരത എന്നാണ് കുറ്റകൃത്യത്തെ ജഡ്ജി വിശേഷിപ്പിച്ചത്. തൻ്റെ കക്ഷിയുടെ ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. വളരെ ചെറുപ്പകാലം മുതലേ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യനാണെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ABC റിപ്പോർട്ട് അനുസരിച്ച് ബ്രിട്ടൻ ഓസ്ട്രേലിയയിലെ ഡാർവിനിലുള്ള തൻ്റെ സ്ഥലത്ത് നായ്ക്കളെ പീഡിപ്പിക്കുകയും അടിച്ചു കൊല്ലുകയും ചെയ്യാറുണ്ടായിരുന്നു. UK ജയിലുകളിൽ 12% വരെ വിദേശ തടവുകാരെന്ന റിപ്പോർട്ട്. UK ജയിലുകളിൽ 12% വിദേശ തടവുകാരാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇതോടെ ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാൻ വിദേശ കുറ്റവാളികളെ നാടുകടത്താനുള്ള നീക്കത്തിലാണ് സർക്കാർ. ഇതു സംബന്ധിച്ച പദ്ധതി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. വിദേശ കുറ്റവാളികളെ ട്രാൻസ്ഫർ ഡീൽ വഴിയാണ് സ്വദേശങ്ങളിലേക്ക് കയറ്റി അയക്കുക. കുറഞ്ഞ ലെവൽ കുറ്റവാളികളെ ബ്രിട്ടനിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വർഷം മാർച്ച് അവസാനം വരെ ബ്രിട്ടീഷ് ജയിലുകളിൽ
10,422 വിദേശ പൗരന്മാരാണുള്ളത്. 12% വരുന്ന ഈ വിദേശ തടവുകാർക്ക് നികുതിദായകന് 47,000 പൗണ്ട് ചെലവുണ്ട്. വിദേശ ക്രിമിനലുകളെ ഫാസ്റ്റ് ട്രാക്ക് രീതിയിൽ നീക്കം ചെയ്യുന്നത് വഴി 5,000 ഇടങ്ങൾ സൃഷ്ടിക്കാമെന്നാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഇതിനു പുറമെ ക്രിമിനലുകളെ ശിക്ഷ പൂർണ്ണമായി അനുഭവിക്കുന്നതിന് മുൻപ് പുറത്തുവിടാനുള്ള നീക്കവും പരിഗണിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ ജയിലുകൾ നിറഞ്ഞു കവിയുമെന്ന് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 95% പ്രിസൺ ഗവർണർമാരെയും പ്രതിനിധീകരിക്കുന്ന പ്രിസൺ ഗവർണേഴ്സ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു.